തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെ പ്രവർത്തിക്കുന്നവരാകണം എന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണ് നമ്മുടെ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. റോഡും കുടിവെള്ളം നൽകലും മാത്രമല്ല നാടിനു വേണ്ടത്, മറിച്ച് പുതിയ കാലത്തെ ഉൾക്കൊണ്ട് തൊഴിൽ നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നവർ കൂടിയാകണം നേതാക്കന്മാർ എന്നാണ് അവർക്ക് പറയാനുള്ളത്. പൊക്കി വോട്ടിലൂടെ മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട് നമുക്ക് കാണാം. പുതിയ തലമുറയുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ. വോട്ട് ആർക്കൊക്കെ ചെയ്യണം, ആർക്കെല്ലാം ചെയ്യണം, എങ്ങനെയുള്ളവർക്ക് ചെയ്യണം? മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് ഇന്ന് പൂക്കി വോട്ട്. നമുക്കൊന്ന് ചോദിക്കാം. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നാടിൻ്റെ വികസനം, നാട്ടിലെ പ്രാദേശിക സർക്കാരിനെ കണ്ടെത്തുന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ വികസന പ്രവർത്തനം ഒരു നാട്ടിൽ എങ്ങനെ ഉണ്ടാവണം എന്നാണ് സാധാരണയായിട്ട് നടന്നു വരുന്നത്? റോഡുകൾ, അതേപോലെ കുടിവെള്ളം, ഈ വികസനങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി ആയിട്ട് എല്ലാവർക്കും, അതായത് തൊഴിലില്ലായ്മ, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തും അതുപോലെ നഗരസഭയൊക്കെ ഒന്നും കൂടി ഇതാക്കിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടേക്കും, അതായത് ചെറിയ പ്രായക്കാർക്കും ആയാലും എല്ലാവർക്കും ഇപ്പോൾ ഈ റോഡ് വികസനം ഇതൊക്കെ സാധാരണയായിട്ട് ചെയ്തു വരുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇലക്ഷൻ സ്ഥാനാർത്ഥികളാകുമ്പോൾ നമ്മൾ നാടിനെ അറിയുന്നവർ, അതായത് ജനങ്ങളിലേക്ക് നന്നായി ഇറങ്ങി പ്രവർത്തിക്കുന്നവരുമാണെന്നാണ്. അപ്പോൾ ഒന്നും കൂടി വികസനമായിക്കോട്ടെ, അവരുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ മികച്ചതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെ വിലയിരുത്തണം? ഇപ്പോൾ ഒരു പഞ്ചായത്ത് വോട്ടൊക്കെ ആയിക്കോട്ടെ, ആ നാട്ടിലുള്ള ആൾക്കാർ, അതായത് നമുക്ക് ആളെ മുന്നേ അറിയുന്നുണ്ടാകും. അപ്പോൾ ആളെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാണോ, അല്ലെങ്കിൽ ആൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുമെന്ന് തോന്നുവാൻ വേണം. അതെ, പുതിയ തലമുറ അതാണല്ലോ വേണ്ടത്. ഇനിയും പുതിയ തലമുറയാണല്ലോ വളർന്നു വരുന്നത്. ഇനിയും ഭരിക്കേണ്ട വികസനം വരേണ്ടതും വളർന്നു വരേണ്ടതും പുതിയ തലമുറകളാണല്ലോ. അവർക്കും വേണ്ട അവസരങ്ങൾ കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. നിലവിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ തോന്നുമ്പോൾ നടത്തി കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഇത് ഇങ്ങനെ മതിയോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യാസം വേണമെന്ന് തോന്നിയിട്ടുണ്ട്? സാധാരണയായിട്ട് എല്ലാ നാട്ടിലും ചെയ്തു വരുന്ന വികസനമൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആയാലും വരുന്നത്. കുറച്ചും കൂടി അവിടുത്തെ എല്ലാവരും നന്നായിട്ട്, അതായത് ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നവരൊക്കെ. എന്നാൽ പോലും കുറച്ചും കൂടി ഒന്ന് പുരോഗമിക്കാനുണ്ട്. പ്രവർത്തനങ്ങളിലേക്കൂടെ എല്ലാം കൊണ്ടും പുരോഗമിക്കണം എന്ന് അഭിപ്രായമുണ്ട്. എങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ? അവർ ജയിച്ചു വരും. അപ്പോൾ ജയിച്ചു വന്ന ജനപ്രതിനിധികളാകുമ്പോൾ അവർ നാടിന് വേണ്ടി എങ്ങനെയുള്ളവരാണ്? നമുക്കറിയാം, നമ്മളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ നടക്കൽ ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. ഈ വരുന്ന ഡിസംബർ 11-ാം തീയതിയാണ് നമ്മൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവുകൾ ഉണ്ടാവും. അതായത് തിരഞ്ഞെടുക്കുന്ന ആൾ ഇങ്ങനെ ആവണം. പലരും പല വാഗ്ദാനങ്ങളും കൊടുക്കും. പക്ഷെ ഒരിക്കലും ഇതുവരെ സത്യസന്ധമായ കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ ആർക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെ ആർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ എങ്കിൽ പോലും വാഗ്ദാനങ്ങൾ കൊടുക്കും. നമ്മൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും നമ്മളെ യൂത്തായിട്ടുള്ള പുതുതലമുറക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിലെ നമ്മളെ കായിക മേഖലകൾ എപ്പോഴും ഇപ്പോൾ ഫുട്ബോൾ പോയ വിനോദം, കായികം വളരെ മോശമായ രീതിയിലാണ് നമ്മളെ ടീമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് നല്ല സ്റ്റേഡിയങ്ങൾ, ഗ്രൗണ്ടുകൾ നമ്മളെ മലപ്പുറത്ത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഗ്രൗണ്ട് സ്ഥാനാർത്ഥികൾ പ്രൊവൈഡ് ചെയ്താൽ അവരുടെ കായികത്തിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് തോന്നുന്നത്? നാട്ടിൽ വികസനമുള്ളവർക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണോ ജയിക്കണോ അതുകൊണ്ടല്ലല്ലോ കാര്യം. അപ്പോൾ അയാൾ നാട്ടിൽ കാര്യങ്ങൾ പ്രവർത്തിക്കണം. അതുപോലെ എല്ലാവർക്കും വികസനമാണെന്നാണ് പറയുള്ളത്. ഇപ്പോൾ വികസന മേഖലയിൽ ഇപ്പോഴത്തെ എല്ലാ പാർട്ടികളും നോക്കുകയാണെങ്കിൽ മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിധത്തിൽ നാടിന് വേണ്ടി പ്രവർത്തിക്കണം? അവർ നാടിന് വാഗ്ദാനങ്ങൾ പലരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും അവർ നടപ്പിലാക്കണില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് യൂത്തിനെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. യുവത അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ഗുണകരമാവുന്ന ഏത് വിധത്തിലുള്ള ഇത് വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്?
ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പോർട്സ് പരമായിട്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഗ്രൗണ്ട് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഫെസിലിറ്റീസൊക്കെ നാട്ടിൽ കൊടുക്കണം എന്ന് പറയാം.